സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പളയിൽ വാച്ച്മാനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. പത്വാടിയിലെ സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. അസഭ്യം പറഞ്ഞ വിരോധത്തിലാണ് കുത്തിയതെന്നും മൊഴി. കാസർഗോഡ് 2 കോടിയിൽ പരം രൂപ ഓൺലൈൻ നിക്ഷേപ വാഗ്ദാനത്തിലൂടെ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ബാനർ ജഥ കാസർഗോഡ് നിന്നും പ്രയാണം നടത്തി. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ തുടക്കമായി. നഗരസഭ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക നേതാവ് P. ചാത്തുവിന്റെ 28ാം ചരമവാർഷികം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വിപുലമായി ആചരിച്ചു. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആരവങ്ങളും ആഹ്ലാദവും മലത്തല്ലി ഭിന്നശേഷി കലാമേള. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം കൂടങ്കല്ലി ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷദ്വീപ് സമർപ്പണം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഉപ്പളയിൽ വാച്ച്മാനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. ഉപ്പള പത്വാടിയിലെ സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. അസഭ്യം പറഞ്ഞ വിരോധത്തിലാണ് കുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. ഉപ്പള മത്സ്യ മാർക്കറ്റിന് സമീപത്തെ കെട്ടിടത്തിലെ വാച്ച്മാനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. ഉപ്പള പത്വാടിയിലെ സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ E. അനൂപ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഏഴുകോൺ സ്വദേശിയും 15 വർഷമായി പയ്യന്നൂരിൽ താമസക്കാരനുമായ സുരേഷ് കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. സുരേഷ് 2 വർഷക്കാലമായി ഉപ്പളയിലെ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ഇരുവരും കെട്ടിടത്തിന് സമീപത്തിരുന്ന് മദ്യപിച്ചിരുന്നു. ഇതിനിടയിൽ വാക്കേറ്റമുണ്ടായി. തന്നെ അസഭ്യം പറഞ്ഞപ്പോൾ പ്രകോപിതനാവുകയും കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ പ്രാഥമിക മൊഴി. കൊല നടന്ന ഉടൻ സവാദ് ഒളിവിൽ പോവുകയായിരുന്നു. മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി D. ശിൽപയുടെ നിർദ്ദേശപ്രകാരം DVSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച 3 സ്ക്വാഡുകൾ നടത്തിയ അന്വേഷണത്തിലാണ് സവാദിനെ 24 മണിക്കൂറിനകം പിടികൂടാനായത്. പ്രതി കർണാടകയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് 2 ടീമുകൾ കർണാടകയിലും മറ്റൊരു ടീം സവാദിന്റെ ബന്ധുക്കളുടെ വീട് കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം നടത്തിയത്. SIമാരായ KG രമേശ്, KR ഉമേഷ്, മനു കൃഷ്ണൻ, ASIമാരായ അതുൽ റാം, മധു, CPOമാരായ ധനേഷ്, അബ്ദുൽ സലാം, സന്ദീപ്, പ്രമോദ്, സജിത്, വിജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് 2 കോടിയിൽ പരം രൂപ ഓൺലൈൻ നിക്ഷേപ വാഗ്ദാനത്തിലൂടെ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പയ്യന്നൂർ കവ്വായി സ്വദേശി മുഹമ്മദ് നൌഷാദാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ പോലീസിന്റെ പിടിയിലായത്. പ്രതിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പു കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ പോലീസിന്റെ പിടിയിലായത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ 2024 ജൂൺ 8-ന് രജിസ്റ്റർ ചെയ്ത കേസ് 2 കോടിയിൽ അധികമുള്ള തട്ടിപ്പു കേസായതിനാൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. കാസർഗോഡുള്ള ഡോക്ടറെ 2024 മെയ് 17 മുതൽ ജൂൺ വരെയുള്ള ദിവസങ്ങളിലായി ടെലിഗ്രാം വഴിയും ഫോൺ വഴിയും ബന്ധപ്പെട്ട് ഹോം ബേസ്ഡ് പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിച്ചു. വിവിധ അക്കൗണ്ടുകളിലേക്ക് വിവിധ ദിവസങ്ങളിലായി 2,23,94,993 രൂപ അയപ്പിച്ചു. ജോലി നൽകാതെയും പണം തട്ടിയെടുത്തും ചതി ചെയ്തു എന്നാണ് കേസ്. സൈബർ പോലീസിന്റെ സഹായത്തോടെ ക്രൈംബ്രാഞ്ച് DVSP T. ഉത്തംദാസ് ആണ് അറസ്റ്റ് ചെയ്തത്. പ്രതി കേരളത്തിൽ നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ടെലിഗ്രാം വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇരകളെ വീഴ്ത്തുന്നത്. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ 2024 മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ 2 സമാന കേസുകളിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതും കണ്ണൂർ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ് കുമ്പള സ്റ്റേഷനുകളിലായി പണം തട്ടിപ്പ് കേസുകളിലും പ്രതിയാണ്. മറ്റു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഉത്തരേന്ത്യൻ സൈബർ തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ള പ്രതി കേരളത്തിലും പുറത്തുമായി മുങ്ങി നടക്കുകയായിരുന്നു. സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് മാങ്ങാട് വെച്ചാണ് പിടികൂടിയത്.
ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിന്റെ മേൽനോട്ടത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീദാസ്, ASI-മാരായ പ്രശാന്ത്, രഞ്ജിത് കുമാർ, പോലീസുകാരായ നാരായണൻ, ദിലീഷ് എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ബാനർ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം നടത്തി. പോരാടുക, പഠിക്കുക, പഠിപ്പിക്കുക, പോരാടുക. AKSTU സിന്ദാബാദ്, AKSTU സിന്ദാബാദ്, AKSTU സിന്ദാബാദ്, AKSTU സിന്ദാബാദ്. AKSTU 28ാമത് സംസ്ഥാന സമ്മേളന വേദിയിൽ സ്ഥാപിക്കാനുള്ള ബാനർ കാസർഗോഡ് ജില്ലയിൽ AKSTU പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് IK മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം ടി കൃഷ്ണനിൽ നിന്നും AKSTU സംസ്ഥാന സെക്രട്ടറി ശശിധരൻ കല്ലേരി, ഡെപ്യൂട്ടി ലീഡർ AKSTU സംസ്ഥാന കൌൺസിൽ അംഗം K വിനോദ് കുമാർ, മാനേജർ TA അജയ്കുമാർ എന്നിവർ ഏറ്റുവാങ്ങി. ഞങ്ങളുടെ പാർട്ടിയുടെയും അധ്യാപക പ്രസ്ഥാനത്തിന്റെയും ആരാധനായ നേതാവാണ് സഖാവ് IK മാഷ്. ആ മാഷയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഈ ബാനർ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമതിയുമാണ്. അതുകൊണ്ട് ഈ സമ്മേളനം തന്നെ ഒരു ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ്. കേരളത്തിൽ അധ്യാപക പ്രസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഒരു മുഖമുള്ള സംഘടനയാണ് AKSTU. കർമ്മം കൊണ്ടും പ്രവർത്തനം കൊണ്ടും മറ്റെല്ലാ സംഘടനകളെയും നിഷ്പ്രഭമാക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനവും സംഘടനാ സംവിധാനവും ഒക്കെ നമുക്ക് ഈ സംഘടനക്കുണ്ട്. അതുകൊണ്ട് ഈ 28ാം സംസ്ഥാന സമ്മേളനം വളരെ ഗൗരവമായ ചർച്ചകളായിരിക്കും നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത്. ചടങ്ങിൽ AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. CPI പെരുമ്പള ലോക്കൽ സെക്രട്ടറി തുളസീധരൻ ബളാനം അധ്യക്ഷത വഹിച്ചു. AKSTU ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത്, പ്രസിഡന്റ് രാജീവൻ MT, ട്രഷറർ സുനിൽ കരിച്ചേരി, KR മണി ടീച്ചർ, P രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SN സരിത, സംഘാടക സമിതി കൺവീനർ A പവിത്രൻ ചെമ്മനാട്, MB രാജീവൻ, P അഭിജിത്ത്, AV രേഖ, AS മഞ്ജു, E അംബിക എന്നിവർ സംബന്ധിച്ചു. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ, കാസർഗോഡ് ജില്ലാ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ തുടക്കമായി. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള യൂണിറ്റുകളുടെ ഭക്ഷ്യ പ്രദർശന വിപണനമേള, ഉൽപ്പന്ന പ്രദർശന വിപണനമേള എന്നിവയാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡൻ തനത് വിഭവങ്ങൾ, അട്ടപ്പാടി ഗോത്രരുചിയായ വനസുന്ദരി, വിവിധതരം ജ്യൂസുകൾ, വ്യത്യസ്തമായ എണ്ണപ്പലഹാരങ്ങൾ എന്നിവ ഫുഡ് കോർട്ടിൽ ലഭ്യമാകും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ധാരാളം ആളുകൾ വരുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭക്ഷ്യമേളയെ ഏറ്റെടുക്കാനും ഇതിനകത്തേക്ക് ആളുകൾ വന്നു ചേരുന്നതിനുമുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം നമുക്കറിയാം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വളരെ സജ്ജമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറിയൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്ന് പറയാൻ കാരണം ഇതിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ, അതുപോലെ തന്നെ അവരിലെ ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള ഒരു മാർഗമായിട്ട് അവരെ ഉപയോഗപ്പെടുത്താനൊക്കെ ആയിട്ടാണ് കുടുംബശ്രീ എന്നുള്ള സംവിധാനത്തെ രൂപപ്പെടുത്തിയത്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ KS ഷാരോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അനീഷൻ, കാഞ്ഞങ്ങാട് നഗരസഭാ CDS ചെയർപേഴ്സൺ സൂര്യ ജാനകി, സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ്, പ്രോഗ്രാം മാനേജർ TP ആതിര തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ജില്ലാ പ്രോഗ്രാം മാനേജർ D ഹരിദാസ് സ്വാഗതവും നഗരസഭാ CDS ചെയർപേഴ്സൺ K സുജിനി നന്ദിയും പറഞ്ഞു. ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി 14-ന് മടിക്കൈ കാഞ്ഞങ്ങാട് CDSലെ കലാകാരികൾ പരിപാടികൾ അവതരിപ്പിക്കും. 15-ന് ജില്ലാതല വനിതാ കൈകൊട്ടിക്കളി മത്സരം, 16-ന് പുല്ലൂർ പെരിയ ജാനൂർ CDS അവതരിപ്പിക്കുന്ന പരിപാടി, 17-ന് വനിതാ ഫാഷൻ ഷോ, 18-ന് കാഞ്ഞങ്ങാട് സെക്കൻഡ് ഉദുമ CDSലെ കലാകാരികളുടെ പരിപാടി, 19-ന് കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരുടെ പരിപാടി, 20-ന് കാസർഗോഡ് ജാസ് മ്യൂസിക്കിന്റെ മെഗാ ഇവന്റ് എന്നിവയും നടക്കും.
കമ്മ്യൂണിസ്റ്റ് കർഷക നേതാവ് പി ചാത്തുവിന്റെ 28ാം ചരമവാർഷികം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വിപുലമായി ആചരിച്ചു. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന പി ചാത്തുവേട്ടന്റെ 28ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലത്തെ കേരളത്തെക്കുറിച്ച് ആ കേരളം ഇന്നലേക്ക് എത്തിനയിക്കുന്നത് എത്രമാത്രം ധീരരായ ഇതുപോലെ ചാത്തോട്ടനെ പോലെയുള്ള ഒരുപാട് ധീരരായ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ ധീരരായ രക്തസാക്ഷികളുടെയും ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അവർ നടത്തിയ പോരാട്ടങ്ങളുടെ അനുസ്മരണം നമ്മൾ നടത്തിക്കൊണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെന്നും അതാണ് ഇന്നത്തെ കേരളത്തെ വാർത്തെടുക്കുന്നതിൽ ഇവർ വഹിച്ചിട്ടുള്ള നിതാന്തമായ അനുസ്യൂതമായിട്ടുള്ള പോരാട്ടങ്ങളുടെ വിളനിലമാണ് ഇന്നത്തെ കേരളം എന്നും ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ അധ്യക്ഷനായി. മുൻ MLA K കുഞ്ഞിരാമൻ, P അപ്പുക്കുട്ടൻ, PK നിഷാന്ത്, M പൊക്ലൻ, മുലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു. കോവൽപ്പള്ളിയിലെ ചാത്തുവേട്ടൻ സ്മാരക മന്ദിരത്തിൽ DV അമ്പാടി പതാക ഉയർത്തി. കോവൽപ്പള്ളിയിൽ ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് പതാക ഉയർത്തി. KV ജയപാൽ അധ്യക്ഷനായി. KP ഹരീന്ദ്രൻ, KP ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നിരവധി പേർ പങ്കെടുത്ത പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആരവങ്ങളും ആഹ്ലാദവും മലത്തല്ലി ഭിന്നശേഷി കലാമേള. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം പൂടങ്കല്ലി ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ജ്വാല 2025 എന്ന പേരിൽ പൂടംകല്ല് ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പരിപാടി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്കുള്ള കലാമേള, അതുപോലെ തന്നെ അവർക്കുള്ള സ്കോളർഷിപ്പ്, ഭിന്നശേഷിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ പരിശീലനം കൂടി നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽ വെച്ചതാണ്. പക്ഷെ തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും.
കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പത്മകുമാരി, കള്ളാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ കുഞ്ഞിക്കണ്ണൻ, വാർഡ് മെമ്പർ അജിത് കുമാർ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് BDO സുഹാസ് എന്നിവർ സംസാരിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർമാരായ റഹ്മത്ത് കെ പി സ്വാഗതവും ഗീത കെ നന്ദിയും പറഞ്ഞു. തുടർന്ന് 90 പേർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷദ്വീപ് സമർപ്പണം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി 16-ന് നടക്കുന്ന ലക്ഷദ്വീപ് സമർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഒന്നിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും അതുപോലെ തന്നെ ഓരോ ഭാഗത്തുള്ള പ്രാദേശിക സമിതികളും ഒന്നിച്ച് നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഒന്നിച്ചു കൂടി ഓരോ ആഴ്ചക്കും വേണ്ടുന്ന കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. ഈ ആകെയുള്ള കാര്യകർത്താക്കൾ നമ്മൾ 30 ഗ്രൂപ്പാക്കിയിട്ട് അതിൽ INC വീതമുള്ള 30 ഗ്രൂപ്പ് അവർ നാടിൻ്റെ നാനാഭാഗത്തും ഈ ലക്ഷദ്വീപ് സമർപ്പണ സന്ദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ബൃഹത്തായ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അതുപോലെ തന്നെ ഇത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ നമുക്ക് 3 മാസം സമയം കിട്ടുന്നു. ഓരോ മാസം ഓരോ പരിപാടി. ആദ്യത്തെ ഡിസംബർ മാസത്തിൽ നമ്മൾ വിടക്ക് പോലും 16-ന് രാവിലെ 6 മണിക്ക് നട തുറന്ന ശേഷം ഉഷപൂജ, ഗണപതി ഹോമം എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ. വൈകിട്ട് 6-ന് ക്ഷേത്രം തന്ത്രി IK കൃഷ്ണദാസ് വാഴുന്നവർ പ്രഥമ ദീപപ്രജ്വലനം നടത്തും. 10,000-ലധികം ഭക്തജനങ്ങൾ ലക്ഷദ്വീപ് സമർപ്പണത്തിന്റെ ഭാഗമാവും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർക്കിടെക്ട് കെ ദാമോദരൻ, വർക്കിംഗ് ചെയർമാൻമാരായ തമ്പാൻ നായർ കമ്പിക്കാനം, KK റാം, ജനറൽ കൺവീനർ ബാലൻ മാസ്റ്റർ പരപ്പ, ട്രഷറർ PV കുഞ്ഞിക്കണ്ണൻ കോട്ടപ്പാറ, ചീഫ് കോർഡിനേറ്റർ ഭാസ്കരൻ അട്ടേങ്ങാനം, ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ്, ജനറൽ സെക്രട്ടറി VM ബാലകൃഷ്ണൻ നായർ, ട്രഷറർ C രാജീവൻ, പബ്ലിസിറ്റി ചെയർമാൻ ജയറാം ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള സംസ്ഥാന വാഹന പ്രചാരണ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ജാഥ ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യ വൈദ്യമേഖല സംരക്ഷിക്കപ്പെടണം, കൂട്ടായി ബഷീർ പറഞ്ഞു. പാരമ്പര്യ വൈദ്യമേഖലയെ സംരക്ഷിക്കുക, നാട്ടുവൈദ്യ കൗൺസിൽ രൂപീകരിക്കുക, പാരമ്പര്യ നാട്ടുവൈദ്യന്മാർക്കും കളരി ഗുരുക്കന്മാർക്കും രജിസ്ട്രേഷൻ അനുവദിക്കുക, കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ ഫെബ്രുവരി 20-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ഇതിനു മുന്നോടിയായുള്ള സംസ്ഥാന വാഹന പ്രചരണ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ജാഥ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാട്ടുവൈദ്യ മേഖലയെ അതുപോലെ തന്നെ പാരമ്പര്യ മേഖലയെ സംരക്ഷിക്കാൻ ഒരു ബില്ലിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിനും നാട്ടുവൈദ്യ പാരമ്പര്യ വൈദ്യ കൗൺസിൽ രൂപീകരിക്കുന്നതിനും വേണ്ടി പ്രാഥമികമായി 1 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. ഏറെ നാളത്തെ മുറവിളിക്കൊടുവിൽ അത്തരത്തിൽ ഒരു പരിഗണന സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാർ നിർത്തിവെക്കണമെന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവുമാരുടെ ജോലി സമയം അതുപോലെ തന്നെ അവരുടെ വേതനം ഉൾപ്പെടെ കേരളത്തിൻ്റെ നന്മയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള അതോടൊപ്പം തന്നെ പാരമ്പര്യമായി ഈ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. CITU ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ, CITU ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ, ആയുർവേദ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV ക്രിസ്റ്റോ ഗുരുക്കൾ, സെക്രട്ടറി TV സുരേഷ് ഗുരുക്കൾ, C സുകേഷ് ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 20-ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വാഹനപ്രചരണ ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും.
വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 19-ന് തിരുവനന്തപുരം നെടുമങ്ങാട്ട് ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിര PTM AUP സ്കൂളിൽ 49ാം സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബദിര PTM AUP സ്കൂളിൽ വിപുലമായി സംഘടിപ്പിച്ച 49ാം വാർഷിക പരിപാടി കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് തലത്തിൽ തന്നെ ഗവൺമെന്റുകളെ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതിൽ ചില സ്ഥാപനങ്ങൾ കാസർഗോഡ് നഗരസഭയിൽ തന്നെയുണ്ട്. പ്രദേശത്ത് 200-ൽ താഴെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാസർഗോഡ് നഗരപ്രദേശത്തുണ്ട്. ഇതൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കാസർഗോഡ് സബ് ജില്ലയിൽ തന്നെ 1ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എടുക്കുന്ന ഒരു വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ഈ നാടിൻ്റെ അഭിമാനമാണ്. സ്കൂൾ മാനേജർ CA മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സജി പ്രസാദ് വിശിഷ്ടാതിഥിയായി. പ്രധാനാധ്യാപിക റോഷ്നി ടീച്ചർ സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ഹരിയാനയിൽ നടന്ന നാഷണൽ ലെവൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നഷാത്ത് റഹ്മാൻ, അറബിക് സംഭാഷണം ജില്ലാതലത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് റയ്യാൻ M, ഐദിൻ അബ്ദുള്ള, ഇബിൻ ഹാഷിഖ് എന്നീ വിദ്യാർത്ഥികൾക്കും സെബക് താക്രോ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ മത്സരിച്ച അബ്ദുൽ അവാസിനും സ്കൂളിന്റെ കായിക മികവിന് വേണ്ടി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ഷുക്കൂർ തങ്ങൾക്കും ഉപഹാരം നൽകി ആദരിച്ചു. LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ടീമിലുള്ള വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി. LKG UKG ടാലന്റ് സെർച്ച് എക്സാം സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. AEO അഗസ്റ്റിൻ ബെർണാഡ് മൊണ്ടേറോ, റിട്ടയർഡ് DDE നന്ദികേശൻ N, വാർഡ് കൗൺസിലർമാരായ സൈനുദ്ദീൻ തുരുത്തി, സമീറ അബ്ദുൾ റസാഖ്, PTA പ്രസിഡന്റ് ഹാരിസ് ബദിര തുടങ്ങിയവർ സംസാരിച്ചു. മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി മമ്മു ചാല സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗീവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ഭക്തിയുടെ നിറവിൽ തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. രാവിലെ പണ്ടാറാടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിച്ചതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമിട്ടത്.
പ്രായഭേദമന്യേ ഒരു ദിവസത്തെ വ്രതമെടുത്ത് ക്ഷേത്രനടയിലെത്തിയ നൂറുകണക്കിന് സ്ത്രീകൾ അമ്മേ നാരായണ ദേവി നാരായണ എന്ന പ്രാർത്ഥന ചൊല്ലി അടുപ്പുകൂട്ടിയ ഇഷ്ടികകൾക്കു മുകളിൽ മൺകലങ്ങളിൽ വെള്ളം വച്ചു. അടുപ്പിൽ ഉണക്കോലയും പാണും വച്ച് ദീപം പകർന്നതോടെ ക്ഷേത്ര പരിസരം ദേവീസ്തുതികൾ മുഴങ്ങി. ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിച്ച ശേഷം ഉച്ചപൂജയോടെയാണ് മഹോത്സവം സമാപിച്ചത്. തുടർന്ന് ക്ഷേത്രത്തിലെത്തിയവർക്കെല്ലാം അന്നദാനവും നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാവണേശ്വരം നാരന്തട്ട തറവാട് സന്നിധിയിൽ നാരന്തട്ട ചാമുണ്ടിയമ്മ കെട്ടിയാടി പൊട്ടൻതെയ്യവും മരങ്ങിലെത്തി. ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഐതിഹ്യ പെരുമയിൽ വാമൊഴിയിലൂടെ മാത്രം അറിയപ്പെട്ടിരുന്ന രാവണീശ്വരം നാരന്തട്ട തറവാട് വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം 2018 പുതിയ തറവാട് കമ്മിറ്റി ഏറ്റെടുത്ത് പ്രശ്നചിന്ത നടത്തി. പൊട്ടൻതെയ്യത്തെ കൂടാതെ തറവാട് ധർമ്മദൈവമായി തറവാടിന്റെ മഹിമ വിളിച്ചോതുന്ന നാരന്തട്ട ചാമുണ്ടിയമ്മയെ കുടിയിരുത്തണമെന്ന സ്വർണ്ണ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്നു. ഇതിനെ തുടർന്ന് ഇരുനില തറവാട് ഭവനം പണിത് കലശാട്ട് മഹോത്സവം നടത്തി. നാരന്തട്ട ചാമുണ്ടിയമ്മയുടെ പ്രതിഷ്ഠ ബ്രഹ്മശ്രീ അരവത്തോ KU പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തി. തുടർന്നുള്ള ദിവസം നാരന്തട്ട ചാമുണ്ടിയമ്മയുടെയും പൊട്ടൻ തെയ്യത്തിന്റെയും കുളിച്ചുതോറ്റം നടന്നു. പുലർച്ചെ ശിവചൈതന്യമുള്ള പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് തറവാട് ധർമ്മദൈവമായി തറവാടിന്റെ മഹിമ വിളിച്ചോതുന്ന നാരന്തട്ട ചാമുണ്ടിയമ്മ അരങ്ങിൽ നിറഞ്ഞുറഞ്ഞാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരാകുവാൻ തറവാട് സന്നിധിയിലെത്തിയത് നിരവധി ഭക്തരാണ്. സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ ഭക്തരെ തെയ്യങ്ങൾ മഞ്ഞക്കുറി നൽകി അനുഗ്രഹിച്ചു. ന്യൂസ് ബ്യൂറോ, രാവണീശ്വരം. ചാമുണ്ടിക്കുന്ന് മീത്തലെ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. അതിപുരാതനവും ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ഭണ്ഡാരവീട് അന്തിത്തിരിയൻ ശ്രീ വിഷ്ണുമൂർത്തിയുടെ നർത്തകസ്ഥാനവും വഹിക്കുന്ന തറവാടായ ചാമുണ്ടിക്കുന്ന് മീത്തലെ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. കളിയാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി രക്തചാമുണ്ടി, ആയിറ്റി ഭഗവതി, ഗുളികൻ, പടിഞ്ഞാർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കുണ്ടാർ ചാമുണ്ടി, ഗുളികൻ, ഉച്ചൂളിക്കടവത്ത് ഭഗവതി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. ഗുളികന്റെ വടക്കൻ വാതിൽ കർമ്മവും തുടർന്ന് വിളക്കിലരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. തറവാട് കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും മഹോത്സവത്തിൽ പങ്കെടുത്തു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 20 കോടിയോളം രൂപ 48 പേരിൽ നിന്നായി വാങ്ങി വഞ്ചിച്ചെന്ന് ആരോപിച്ച് ITയിലെ സരഗഡ് ഓഡിറ്റോറിയത്തിന് മുന്നിലും പീസ് സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധം.
ITPC സ്കൂൾ ചെയർമാൻ PKC സുലൈമാൻ അബൂബക്കറിനെതിരെയാണ് ആരോപണവുമായി സ്ത്രീകൾ ഉൾപ്പെടെ 20-ൽ പരം പേർ സമരം നടത്തിയത്. വിവിധ നിർമ്മാണ ആവശ്യത്തിന് സാധന സാമഗ്രികൾ വാങ്ങി തുകയ്ക്ക് ചെക്കുകൾ നൽകിയും മറ്റുമായി 48 പേരെയാണ് വഞ്ചിച്ചതായി പറയുന്നത്. 2019 മുതൽ പണം നൽകാനുള്ളതായി സമരക്കാർ പറഞ്ഞു. 1 വർഷം വരെ സ്വത്ത് രേഖകൾ കാട്ടി വീണ്ടും വഞ്ചിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. കണ്ണൂർ ചക്കരക്കല്ല് താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്ന് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നൽകി 21 ലക്ഷം രൂപയോളം ബാധ്യത വന്ന സ്ഥാപന ഉടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലായി എന്ന് പ്രേമന്റെ ഭാര്യ പ്രവിത പറഞ്ഞു. ലക്ഷങ്ങളുടെ കടബാധ്യതയിലാണ് കുടുംബം. പ്രേമന്റെ ഭാര്യ പ്രവിതയും മകളും ഉൾപ്പെടെ വ്യാഴാഴ്ചത്തെ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. 25,000 രൂപ മുതൽ 2 കോടി രൂപ വരെ ലഭിക്കാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധം നടത്തിയത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്ത്രീകൾ ഉൾപ്പെടെ 20-ൽ പരം പേരാണ് ITയിലെ ഓഡിറ്റോറിയത്തിന് മുന്നിലും പി സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്ന് PP ഷംസീർ, PV ഫൈസൽ, KP ഷമീർ, PP അബ്ദുള്ള എന്നിവർ പറഞ്ഞു. നമ്മളെ പേരിൽ ബലാത്സംഗ കേസ്, പീഡന കേസ്, പിന്നെ വീട് കയറി ആക്രമിച്ചു. ഇപ്പം എൻ്റെ പേരിൽ തന്നെ 2 കേസുണ്ട്. വീട് കയറി ആക്രമിച്ചതിന്. പിന്നെ അതുപോരാണ്ടെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ മൊത്തം, ഈ കൊടുത്തതിൽ മെറ്റീരിയൽ മൊത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് 90 ലക്ഷം റുപ്യ കിട്ടാണ്. 90 ലക്ഷം റുപ്യോളം എനിക്ക് കിട്ടാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നിക്കൽ പീഡന കേസ്, അല്ലെങ്കിൽ ആ വയസ്സായ പെണ്ണുങ്ങളെ കയറി പിടിച്ചു. എന്നിട്ട് 2-3 കേസുണ്ട് എൻ്റെ പേരിൽ. ഇങ്ങനെ കയറി ഓരോ പ്രാവശ്യം വന്നെങ്കിൽ ഓരോ കേസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്ന എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനങ്ങളും പൈസയും കൊടുത്ത സുലൈമാൻ ഹാജിക്ക ലാസ്റ്റ് ഈ 99% പണി പൂർത്തിയായി. പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ നമ്മൾക്ക് തരാനുള്ള പൈസയും തരുന്നില്ല. ഇത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ അവരെ ബില്ലും കാര്യങ്ങളും ഒന്നും അടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉടമസ്ഥതയുള്ള പി സ്കൂളിൻ്റെ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മുടെ അടുത്ത് ക്യാഷും കാര്യങ്ങളും എഗ്രിമെൻ്റ് ഒക്കെ തന്നു. പിന്നെ ഒരുപാട് നമുക്ക് ചെക്ക് കാര്യങ്ങൾ തന്നു. പിന്നെ ഒരു ഏറ്റവും ലാസ്റ്റ് എഗ്രിമെൻറ്റ് നമ്മളെല്ലാവരും കൂട്ടി എഗ്രിമെൻറ്റ് തന്നിട്ട് പിന്നെ 1 വർഷത്തിനുള്ളിൽ ഞാൻ തന്നെ വിറ്റിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾ കടമെല്ലാം വീട്ടാന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പളയിൽ വാച്ച്മാനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. പത്വാടിയിലെ സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. അസഭ്യം പറഞ്ഞ വിരോധത്തിലാണ് കുത്തിയതെന്നും മൊഴി. കാസർഗോഡ് 2 കോടിയിൽ പരം രൂപ ഓൺലൈൻ നിക്ഷേപ വാഗ്ദാനത്തിലൂടെ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ബാനർ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം നടത്തി. കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ തുടക്കമായി. നഗരസഭ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക നേതാവ് P ചാത്തുവിന്റെ 28ാം ചരമവാർഷികം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വിപുലമായി ആചരിച്ചു. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആരവങ്ങളും ആഹ്ലാദവും മലത്തല്ലി ഭിന്നശേഷി കലാമേള. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം കൂടങ്കല്ലി ചാച്ചാജി ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷദ്വീപ് സമർപ്പണം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.